നമസ്കാരം, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുഴമീൻ കൊണ്ട് എങ്ങനെ കറി വെക്കുക എന്നുള്ളൊരു റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം മീൻ പിടിക്കാൻ പോയത് തൊട്ടിട്ട് നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി കറി വെക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. എൻ്റെ പുതിയൊരു അനുഭവമാണ്. ഞങ്ങൾ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയി. നമ്മളെ തൊട്ടടുത്തുള്ളൊരു പുഴ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് അവൾ മീൻ പിടിച്ച് കൊടുന്നതാണിത്. അപ്പോൾ രാത്രി എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനും വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തിരക്കടില്ലാത്തൊരു മീനൊക്കെ കിട്ടി. കുറച്ച് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വല എറിഞ്ഞിട്ട് പിടിക്കുന്നത് ഞാൻ ദൂരെ നിന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അടുത്ത് നിന്ന് കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ മീനെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് കുറച്ച് വെണ്ണീർ വേണം. വെണ്ണീർ കൊണ്ടാണിത് നേരാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വഴുക്കി പോവും. അതിൽ ചെളുക്കിയും കാര്യങ്ങളൊക്കെ നേരം പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെണ്ണീറൊക്കെ എടുത്തിട്ട് വേണം അത് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും വാലും ചിറകെല്ലാം അതേപോലെ ക്ലീൻ ചെയ്ത് ചെളുക്കെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാ മീൻ നന്നാക്കണ പോലെയല്ല, കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇത് എല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വലുതൊക്കെ ഒന്ന് ചെറുതായിട്ട് നടുക്ക് മുറിച്ചെടുക്കുക. ഇനി ഇതിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വലിയുള്ളി, തക്കാളി എടുത്തിട്ടുണ്ട്. മസാലകൾ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് കടുക്, ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിരട്ടെ. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിന് തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുന്ന ടൈമിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടെ കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം കട്ട് ചെയ്ത വലിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബ്രൗൺ കളറായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി വരട്ടെ. അതിന് ശേഷം മസാല പൊടികൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിയാതെ നോക്കണം. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തൊന്ന് തിള വന്നതിന് ശേഷം നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് അത് കുറേ നേരം നിൽക്കും. ഇത് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.